എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അത് ചോദിച്ച SCRT ചാപ്റ്ററും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സുമാണ്. SCRT ടെക്സ്റ്റ് ബേസ് ചെയ്താണ് നോക്കുന്നത്. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ആൻസർ ഓപ്ഷൻ എ, ബൃഹദീശ്വര ക്ഷേത്രം. ഇത് പുതിയ SCRT 9ാം ക്ലാസ്സിലെ ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗം 1ലെ ചാപ്റ്ററാണ് ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇവിടെ ഒരു ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്മാരകമാണ് ബൃഹദീശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വര ക്ഷേത്രം. തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. എന്താണ്? തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളുള്ള 2 വലിയ ഗോപുരങ്ങളാണ് ഇതിൻ്റെ പ്രവേശന കവാടങ്ങൾ. പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് 13 നിരകളാണുള്ളത്. യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കിനി ഈ ചാപ്റ്ററിലെ അടുത്ത സ്റ്റേജുകാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത എക്സാമുള്ള എല്ലാവരും വീഡിയോ മുഴുവൻ കാണാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഇവിടെ കാവേരി നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചോള രാജ്യത്തിന് സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകരമായ ഒരു നദിയായിരുന്നു കാവേരി നദി. ചോള രാജ്യം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ താഴ്വാരത്താണ്. ഇനി ചോദിക്കാം, ചോള രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയാണ്. അടുത്ത PSC ചോദിക്കുന്ന ഈ ബോക്സിലെയൊക്കെയാണ്. നമുക്കപ്പം ബോക്സിലെ നോക്കാം. തമിഴ്നാട്ടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പ്രദേശമാണ് തഞ്ചാവൂർ. നദികളുടെയും കനാലുകളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തെ കൃഷിക്കനുയോജ്യമാക്കി മാറ്റി. നെൽപ്പാടങ്ങളും തെങ്ങ്, വാഴ, പ്ലാവ് എന്നിവയുടെ തോട്ടങ്ങളും ധാരാളമുള്ള ഇവിടമായിരുന്നു തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം ചോദിക്കാം, തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തഞ്ചാവൂർ. ചോള രാജ്യം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാവേരി നദിയുടെ തീരത്താണ്. അടുത്തിവിടെ പറയുന്നത് ഏരിപ്പട്ടിയെക്കുറിച്ചാണ്. പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്തിടത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിക്കുന്നുണ്ട്. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികളെയാണ് ഏരിപ്പട്ടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഏരിപ്പട്ടി. അടുത്ത പോയിന്റാണ് ചോള തടാകം. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചോളന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ചോളന്മാരുടെ നാവികപ്പടയുടെ ആധിപത്യം ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടലിനെ ചോള തടാകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ചോദിക്കാം, ചോള തടാകം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെയാണ്? ബംഗാൾ ഉൾക്കടലിനെയാണ് ചോള തടാകം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇവിടെ മാർക്കോ പോളോയെക്കുറിച്ച് പറയുന്നുണ്ട്. 13ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. വേണേൽ ചോദിക്കാം, വെനീഷ്യൻ സഞ്ചാരി ഏതാണെന്ന് ചോദിക്കാം. മാർക്കോ പോളോയാണ്. പേര് ഓർത്ത് വെച്ചിരിക്കുക, മാർക്കോ പോളോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഗംഗൈക്കൊണ്ട ചോളപുരം. തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കായ ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്നും ഇവിടേക്ക് മാറ്റിയത്. ആദ്യം ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. അവിടെ നിന്നും ഗംഗൈക്കൊണ്ട ചോളപുരം അങ്ങോട്ട് അവരുടെ തലസ്ഥാനം മാറ്റിയത് രാജേന്ദ്ര ചോളനാണ്. വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം, രാജേന്ദ്ര ചോളൻ. തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് മാറ്റിയത് ആരാണ്? രാജേന്ദ്ര ചോളൻ. ഗംഗാനദി കടന്ന് ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പട്ടണവും ഇവിടുത്തെ ക്ഷേത്രവും നിർമ്മിച്ചത്. അടുത്ത 2 കൃതികളാണ് കാവ്യമീമാംസയും കർപ്പൂരമഞ്ജരിയും. ഇത് എഴുതിയത് രാജശേഖരൻ പ്രതിഹാരയാണ്. കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എഴുതിയത് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, രാജശേഖരൻ പ്രതിഹാര. അടുത്ത അവർ നിർമ്മിച്ച കോട്ടയാണ് കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഖേദ് കോട്ട. മന്യാഖേദ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷഹബാദ് ശില എന്ന ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. കവിരാജമാർഗം എഴുതിയത് ആരാണ്? കവിരാജമാർഗം അമോഘവർഷനാണ്. കവിരാജമാർഗം എഴുതിയത് അമോഘവർഷൻ. വേണമെങ്കിൽ ചോദിക്കാം, ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ 10th പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്